ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്കൂൾ ആനുവൽ ഡേ ആണ് കാണിക്കുന്നത്. മികച്ച കുട്ടികൾക്കുള്ള പ്രകടനം കാഴ്ചവെച്ചതിന് സമ്മാനദാനമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ ഏഞ്ചൽ മേരിയെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ പ്രിൻസിപ്പൽ വന്ന് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ആദ്യം പറയുന്നത് സ്റ്റഡീസിലും സ്പോർട്സിലും എല്ലാത്തിലും ഒരുപോലെ മിടുക്കിയായ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടിയുടെ പേര് ഇന്ദു സച്ചിദാനന്ദൻ. അത് മറ്റാരുമല്ല, സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വേദിയിൽ ആ കുട്ടിയില്ല. കുട്ടി ആ പരിസരത്ത് തന്നെയുണ്ട്. അവിടെ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കുട്ടി മൈതാനത്ത് ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ദു കാണുന്നുണ്ട്. ആ കുട്ടിയുടെ കൂടെ വേറെ 2-3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ദു വളരെ ദേഷ്യത്തോടെ ഡി എന്ന് വിളിച്ച് ആ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ബാസ്കറ്റ്ബോളിൽ നീ ഫൗള് കാണിക്കും അല്ലേ എന്ന് ചോദിച്ച് ആ കുട്ടികളോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, കാണിക്കും, ഞാൻ ഇനിയും കാണിക്കും, അത് ചോദിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഇന്ദു ആ കുട്ടിയുടെ മുഖത്തിനിട്ട് ഇടിക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ സ്കൂളിലെ വിനയവും അച്ചടക്കവുമുള്ള കുട്ടിയായി തിരഞ്ഞെടുക്കുന്നത് ഇന്ദുവിനെയാണ് എന്ന് പറയുന്നു. ആ അടി കിട്ടിയ കുട്ടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇടിക്കാൻ മാത്രമായോ? ഇത് കേട്ട് ഉടനെ ഇന്ദു അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. പിടിക്കടി അവളെ എന്ന് പറഞ്ഞ് ആ കുട്ടികളെല്ലാവരും കൂടി ഇന്ദുവിൻ്റെ പുറകെ ഓടുകയാണ്. വീണ്ടും സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാത്തിനും മികച്ച ഒരു കുട്ടിയുണ്ട്, അത് അമ്മു സന്ദീപാണ്. അങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇന്ദു ഓടി അമ്മുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അമ്മുവിനോട് ഇന്ദു പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിക്കിട്ട് ഒന്ന് പൊട്ടിച്ചു, ആ അദീനക്കിട്ട്. നീ എന്തിനാ അവളെ പോയി തല്ലിയത് എന്ന് അമ്മു ചോദിക്കുന്നുണ്ട്. ഉടനെ ഇന്ദു പറയുന്നുണ്ട്, ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോൾ അവൾ ഫ്രോഡ് പണി കാണിച്ചെന്ന് നീയല്ലേ പറഞ്ഞത്? മനഃപൂർവ്വം പന്തടിച്ച് അവൾ നിന്നെ വീഴ്ത്തിയില്ലേ എന്ന് ഇന്ദു ചോദിക്കുമ്പോൾ അമ്മു പറയുന്നുണ്ട്, അതിനാണോ നീ അവൾ ഇടിച്ചു വീഴ്ത്തിയത്? ഈശ്വര, ഞാനിത് പെനാൽറ്റി കിട്ടാൻ വെറുതെ ഒരു നുണ പറഞ്ഞതല്ലേ എന്ന് അമ്മു പറയുമ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഈശ്വര, എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, ഇനി എന്തു ചെയ്യും? അവളുമാർ ഇന്ന് എന്നെ ഇടിച്ച് ക്രീമാക്കും, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സേവ് ചെയ്യുക എന്നൊക്കെ ഇന്ദു പറയുന്നുണ്ട്. അതിനി ഒറ്റ വഴിയേ ഉള്ളൂ, ചിപ്പി എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഓടുന്നു. വീണ്ടും സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നത് അടുത്തത് കലാമത്സരങ്ങളിൽ സ്റ്റാറായ കുട്ടിയാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ചിരിക്കുന്ന ചിപ്പിയാണ്. അങ്ങനെ ഈ സമയം ചിപ്പിയുടെ അരികിലേക്ക് 2 കുട്ടികളും കൂടി ഓടിയെത്തിയിരിക്കുകയാണ്. നിങ്ങളെന്തിനാ ഓടുന്നത് എന്ന് ചിപ്പി അവരോട് ചോദിക്കുന്നുണ്ട്. ചിപ്പി, ഞങ്ങളെ രക്ഷിക്കണം, അവളുമാർ ഞങ്ങളെ തല്ലാൻ വരികയാണെന്ന് ചിപ്പിയോട് ഇന്ദുവും അമ്മുവും കൂടി. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ചിപ്പിയോട് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. നീയല്ലേ ഞങ്ങളുടെ എല്ലാം, നീ എങ്ങനെയെങ്കിലും എല്ലാം പറഞ്ഞൊന്ന് പരിഹരിച്ച് തരണം എന്നൊക്കെ അവർ ചിപ്പിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ ഇടികൊണ്ടാൻ ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, ശരി, നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി മറ്റു കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. ചിപ്പി എന്നിട്ട് അദീനയോട് പറയുന്നുണ്ട്, അദീന, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം, നീയൊന്നും പറയണ്ട, അങ്ങോട്ട് മാറി നിൽക്കടി, ഇവളെ ഞാൻ ഇടിച്ച് റോസ്റ്റ് ആക്കും എന്നൊക്കെ അദീന പറയുന്നുണ്ട്. നീ ഇങ്ങനെ ചെറിയൊരു കാര്യം വലുതാക്കരുത്, നമുക്ക് സമാധാനമല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിപ്പി. നീ പോടി അവിടുന്ന്, നിനക്കിട്ടാണ് ആദ്യം തരേണ്ടത് എന്ന് പറഞ്ഞ് ചിപ്പിയെ പിടിച്ച് തള്ളി താഴെ ഇടുകയാണ് അദീന. എന്നാൽ പിന്നെ നമുക്ക് അടിച്ചു തന്നെ തീർക്കാം എന്ന് ചിപ്പി പറയുന്നു. അമ്മു, ഇന്ദു എന്ന് അവരെ 2 പേരെയും ചിപ്പി വിളിച്ചിട്ട് അദീനയും ടീമിനെയും ഇപ്പോൾ എടുത്ത് അടിക്കുകയാണ്. അങ്ങനെ 2 കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ്. ഇവരുടെ വഴക്ക് കണ്ട് ഒരു കുട്ടി ഓടിപ്പോയി ടീച്ചറിനോട് പറയുന്നു. അവിടുത്തെ അധ്യാപകരായ ആവണി ടീച്ചറിനോടും കാഞ്ചന ടീച്ചറിനോടും പോയി പറയുന്നു കുട്ടികൾ. അങ്ങനെ ഇപ്പോൾ 2 ടീച്ചേഴ്സും വന്ന് കുട്ടികളെ പിടിച്ചു മാറ്റുന്നുണ്ട്. അഞ്ജന ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം ബന്ധവുമൊക്കെ വീട്ടിൽ മതി, ഈ കുട്ടികളോട് ഇങ്ങനെ ചെയ്തതിന് ഞാൻ ഇവരോട് പകരം ചെയ്തിരിക്കും എന്നൊക്കെ അഞ്ജന ടീച്ചർ പറയുന്നു. ഇവരോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടില്ലേ ചിപ്പിമോളെ എന്ന് ചിപ്പിയോട്
അഞ്ജന ടീച്ചർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന്. ഒരു കാര്യവുമില്ലാതെ ഇവർ ഞങ്ങളെ അടിച്ചു എന്ന് അദീന പറയുന്നു. എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കാവോ? അതാണോ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്, എല്ലാവരും സ്റ്റേജിലേക്ക് പോ എന്നൊക്കെ ആവന ടീച്ചർ പറയുന്നു. നീ എങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, ഇവളുമാരെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. അദീനയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അഞ്ജന ടീച്ചർ. അങ്ങനെ ഇന്ദുവും അമ്മുവും കൂടി വന്ന് ആവണിയോട് പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന്. മിണ്ടിപ്പോവരുത്, നിങ്ങളുടെ സ്വഭാവം എനിക്കറിയില്ലേ. എന്തായാലും ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ആവണി അവരെയും വിളിച്ച് സ്റ്റേജിലേക്ക് പോവുകയാണ്. അങ്ങനെ സമ്മാനം കൊടുക്കുന്നതിനായി ആദ്യം വേദിയിലേക്ക് ഇന്ദുവിനെ വിളിക്കുന്നു. ഇന്ദു അവിടേക്ക് സമ്മാനം മേടിക്കാനായി പോകുന്നു. ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അദീനയും കൂട്ടുകാരും. അങ്ങനെ പ്രിൻസിപ്പൽ ഏഞ്ചൽ മേരി കുട്ടികൾക്കെല്ലാം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമ്മാനം കൊടുക്കുന്നതിനായി ചിപ്പിയെയും അമ്മുവിനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓഫീസ് റൂമിലേക്ക് പ്രിൻസിപ്പൽ രണ്ട് കൂട്ടരെയും വിളിച്ചിരിക്കുകയാണ്. വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളാണോ ഈ സ്കൂളിൻ്റെ അഭിമാന താരങ്ങൾ? ഇത്രയും നല്ലൊരു ദിവസം ഈ പരിപാടി നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ പ്രിൻസിപ്പൽ ചോദിക്കുമ്പോൾ അഞ്ജന ടീച്ചർ പറയുന്നുണ്ട്, ഈ 3 ഏഞ്ചൽ സാധ്യമായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. പരസ്യമായി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും, എന്നിട്ട് തരം കിട്ടിയാൽ ചട്ടം പിത്തരം കാണിക്കും, എന്നിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ തല്ലും. അമ്മുവും ഇന്ദുവാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ക്ലാസ്സിൽ ബെസ്റ്റാണെന്ന് വെച്ച് അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. നന്നായി പഠിക്കുന്ന ചിപ്പിമോളെയും ഇവർ നശിപ്പിക്കും. സ്വന്തം ആൻറ്റിയായ ആവന ടീച്ചർ ഇവിടെ ഉണ്ട് എന്നതാണ് ഇവരുടെയൊക്കെ ബലം. അതുകൊണ്ടാണ് ഇവർ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്. ഇത് കേട്ട് ആവണി പറയുന്നുണ്ട്, ഞാൻ ഈ സ്കൂളിലെ ടീച്ചർ മാത്രമല്ല, ഈ സ്കൂളിൽ അഭിമാനപൂർവ്വം പഠിച്ചു വിജയിച്ച ഈ ഇരിക്കുന്ന ഏഞ്ചൽ മാമിൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ സ്കൂളിൻ്റെ അഭിമാനം എത്രയാണെന്ന് എനിക്കറിയാം. ഇവരെൻ്റെ കുട്ടികളാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവരാരോടും വഴക്കിന് പോകാറില്ല. സ്റ്റഡീസിലായാലും എക്സ്ട്രാ ആക്ടിവിറ്റീസിലായാലും ഈ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ തന്നെയാണിവർ. ഞാൻ ഇവരുടെ ആൻറ്റിയാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ അനാവശ്യമായ ഒരു കാര്യത്തിനും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ആവണി പറയുമ്പോൾ അഞ്ജന ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്നിട്ടാണോ അദീനമോളുടെ മുഖവും കണ്ണുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? നോക്ക് മാഡം, 3 ഏഞ്ചൽസിൻ്റെ ഇടികൊണ്ട് അദീനമോളുടെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ ഇവരുടെ പേരൻസിനോട് എന്ത് മറുപടി പറയും? ഈ 3 ഏഞ്ചൽസ് എന്തിനാണ് ഈ പാവം കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? മാഡം, ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതിന് സമാധാനം പറയേണ്ടി വരുന്നത് ഞാനാണ് എന്നൊക്കെ അഞ്ജന ടീച്ചർ പറയുന്നുണ്ട്. സ്ഥലം MLAയുടെ മകൾക്കും കൂട്ടുകാർക്കും എന്തും ചെയ്യാമെന്നാണോ എന്ന് ആവണി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, പറഞ്ഞത് മതി, നിങ്ങൾ രണ്ടുപേരും ഈ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ടീച്ചേഴ്സാണ്, അല്ലാതെ ടീം ലീഡേഴ്സ് അല്ല, അത് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് പ്രിൻസിപ്പൽ. ഈ സമയം ഇപ്പോൾ സച്ചി അവിടേക്ക് വരുന്നുണ്ട്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കാറിൽ വന്നിറങ്ങുന്നു. ചിപ്പിയോട് അഞ്ജന ടീച്ചർ പറയുന്നുണ്ട്, പാവം ചിപ്പി മോള്, ഇവളുടെ കള്ളത്തരം മോൾക്കറിയില്ല. ഇവരുടെ കൂടെ കൂടിയാൽ മോളുടെ കാര്യവും കൂടി വഷളാകത്തേ ഉള്ളൂ. എന്താ ചിപ്പി മോളെ ഇത്? എന്തിനെ പറയിപ്പിക്കുന്നത്? മോളുടെ അമ്മ സമൂഹത്തിൽ വളരെ നിലയും വിലയുമുള്ള ഒരു വ്യക്തിയല്ലേ. മോൾ ഇങ്ങനെ സ്കൂളിൽ തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നറിഞ്ഞാൽ അമ്മയ്ക്കത് നാണക്കേടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, സോറി മാഡം, അത് ഇവർ പറഞ്ഞിട്ടല്ല ഞാൻ അതൊന്നും ചെയ്തത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്. മോളുടെ അമ്മ ഞങ്ങളെ വിശ്വസിച്ചാണ് ഈ സ്കൂളിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ നിന്ന് ചിപ്പിമോളെ വിലക്കിയില്ലെങ്കിൽ അത് സ്കൂളിന് പോലും അപകടമാണെന്നും നാളെ ചിപ്പിമോളുടെ അമ്മ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുമെന്നും അഞ്ജന ടീച്ചർ പറയുന്നു. പ്രിൻസിപ്പൽ ആവണിയോട് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരുടെയും പേരൻസ് അടുത്ത ദിവസം തന്നെ എന്നെ വന്ന് കാണണമെന്ന്. ഈ സമയം സച്ചി അവിടേക്ക് നടക്കുമ്പോൾ അർച്ചനയെ പോലെ ഒരു സ്ത്രീ നടന്നു പോകുന്നതായിട്ട് കാണുന്നു. അർച്ചന എന്ന് വിളിച്ച് ആ സ്ത്രീയുടെ പിറകെ ഓടിച്ചെന്ന് കയ്യിൽ പിടിക്കുകയാണ് സച്ചി. ആ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അർച്ചനയല്ല. അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാവുന്നത് അത് അർച്ചനയല്ലെന്ന്. ഉടനെ തന്നെ കൈവിടുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് ഇത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് സച്ചിയുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. നിന്നെപ്പോലുള്ളവനൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അയാൾ സച്ചിയുടെ കോളറിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. ഇവനൊരു ഞരമ്പ് രോഗിയാണെന്ന്
ആ സ്ത്രീ പറയുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ടാ എന്നൊക്കെ പറയുമ്പോൾ തോന്നിവാസം കാണിക്കുന്നോ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും സച്ചിയെ തല്ലുന്നുണ്ട്. ഇപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് സച്ചിയുടെ ഒരു കൂട്ടുകാരനും കൂടി ഓടി വരുന്നുണ്ട്. സച്ചി ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രിൻസിപ്പൾ ഇപ്പോൾ കുട്ടികളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വേണം ഡിസിപ്ലിൻ ഉണ്ടാവാൻ, എല്ലാവരെയും ബഹുമാനിക്കാനുള്ളൊരു കഴിവ്, തിരിച്ചറിവ്, ജോലി ചെയ്യാനുള്ള ശീലം, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങേണ്ടത് അവരവരുടെ വീട്ടിൽ നിന്നാണ്. പേരൻസാണ് എല്ലാത്തിനെയും തുടക്കം. അതിനൊരു ഉദാഹരണമാണ് അമ്മുക്കുട്ടിയുടെയും ഇന്ദുവിൻ്റെയും പേരൻസ്. വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകുമ്പോൾ അച്ചടക്കത്തിൻ്റെ വെളിച്ചം പകരേണ്ടത് അങ്ങനെയാണ്. അതിന് ഉദാഹരണമാണ് നിങ്ങളുടെ 2 പേരുടെയും പേരൻസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വന്ന് പറയുന്നുണ്ട്, 2 പേരൻസ് കംപ്ലൈൻറ്റ് പറയാൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ സച്ചിയുടെ കോളറിന് കുത്തിപ്പിടിച്ചുകൊണ്ട് വരികയാണ് അയാൾ. ഇത് കണ്ടിട്ട് അമ്മുക്കുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട്, സച്ചി അങ്കിൾ എന്ന്. നിങ്ങളാരാ? ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ഇങ്ങനെയാണ് കയറി വരേണ്ടത്? കൈവിടാനാ പറഞ്ഞത് എന്നൊക്കെ അയാളോട് പറയുകയാണ് പ്രിൻസിപ്പൾ. അങ്ങനെ അയാൾ സച്ചിയുടെ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് കൈയെടുക്കുകയാണ്. ഈ സ്കൂളിലുള്ള പേരൻസൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതാണോ പേരൻസിൻ്റെ അന്തസ്സ് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. കുട്ടികൾ 2 പേരും ഓടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ഉണ്ടായത് എന്ന് പ്രിൻസിപ്പൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ചോ എന്ന് അയാൾ പറയുന്നു. എന്താ സച്ചി ഇത്? ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? സച്ചി ഒരു ജെന്റിൽമാനാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞതേയുള്ളൂ എന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ ആവണി പറയുന്നുണ്ട്, അതിന് ഒരു സംശയവും വേണ്ട, എൻ്റെ അങ്കിൾ ജെന്റിൽമാൻ തന്നെയാണ്. ഉടനെ പ്രിൻസിപ്പൾ ആ പേരൻസിനോട് പറയുന്നുണ്ട്, തെറ്റാർക്കും സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാകില്ലേ? അതുപോലെ കുറേ വർഷങ്ങളായി ഈ മനുഷ്യൻ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നിങ്ങൾ കരുതുന്നത് പോലെ ഒരു മോശം മനുഷ്യനല്ല. ഇയാളുടെ ഭാര്യയും കുഞ്ഞിനെയും 7-8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി. സ്വന്തം ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അവരെ മറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തൻ്റെ മുന്നിലൂടെ പോകുന്ന ഓരോരുത്തരിലും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയുമാണ് അവർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പ്രിൻസിപ്പൾ അവരോട് പറയുമ്പോൾ അർച്ചനയും കുഞ്ഞിനെയും കുറിച്ച് ആലോചിക്കുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.